ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വിദേശത്ത് പോയിരിക്കുന്ന ശബരി ടൂർ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. തിരിച്ചെത്തിയപ്പം വീട്ടിലെ വിശേഷങ്ങളെല്ലാം മറന്നുകൊണ്ട് തന്നെയാണല്ലോ ശബരി തിരികെ എത്തിയിരിക്കുന്നത്. വീട്ടില് താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച 5 ലക്ഷം രൂപ മോഷണം പോയെന്നും അതിന്റെ പേരിൽ അനിതേച്ചിയുടെ സഹോദരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ള കാര്യമെല്ലാം ശബരി അറിഞ്ഞിട്ടുണ്ട്. ക്യാഷ് മോഷണം പോയി എന്നുള്ള വിവരം ശബരിയോട് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ കേസൊന്നും കൊടുക്കണ്ട, കേസ് കൊടുത്താൽ ആരാണ് അഴി എണ്ണുക എന്നുള്ളത് പറയാൻ പറ്റില്ലോ എന്നാണ് ശബരി പറഞ്ഞിരുന്നത്. അങ്ങനെ എന്തായാലും ശബരി തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തിയ ഉടൻ തന്നെ വാസന്തിയോടും ഭർത്താവിനോടും പറയുന്നത് എത്രയും പെട്ടെന്ന് നാളെ ധനേട്ടൻ എൻ്റെ കൂടെ വരണം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പിൻവലിക്കണം എന്ന് പറയാണ്. അത് കേട്ടതും ധനേട്ടനും വാസന്തിയും കൂടി പറയാണ്, ഇല്ല, അച്ഛനും ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്റെ ഭർത്താവിനെയാണല്ലോ സംശയം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിയുന്നത് വരെ പോലീസ് അന്വേഷിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ മാത്രമേ ഞങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ മാറിക്കിട്ടൂ എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടതും നമ്മുടെ ശബരി പറഞ്ഞു, പണം പോയത് എൻ്റെ അല്ലേ, എനിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എൻ്റെ അടുത്താണല്ലോ ആദ്യം പണം ഏൽപ്പിച്ചത്. നീ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അത് അനിതയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അനിതയും സഹോദരനും മുകളിൽ എന്ന് സംസാരിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് അനിതയും അവളുടെ സഹോദരനെയും കുറ്റക്കാരനാക്കാൻ ശ്രമിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അനിതയ്ക്ക് ദേഷ്യം വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അനിത പറയാണ്, ഇതേ ധനേട്ടാ, ഇല്ലാത്ത കാര്യം പറയരുത്. അന്ന് ശബരിയുടെ റൂമിലെ ഡോറ് തുറക്കാൻ നോക്കിയത് ധനേട്ടനാണ്. അത് ഞാൻ ആരോട് പറഞ്ഞില്ലെന്ന് കരുതി വെറുതെ എൻ്റെ അനിയനെ കുറ്റക്കാരനാക്കാൻ നോക്കണ്ട. എൻ്റെ അശോകേട്ടൻ ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ട പണമാണ് എൻ്റെ അനിയന്റെ കയ്യിൽ നിന്ന് പോലീസുകാർ പിടിച്ചെടുത്തത്, അല്ലാതെ ശബരിയുടെ പണമല്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും ഇതേ വെറുതെ ഓരോന്ന് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ എനിക്കും പലതും പറയേണ്ടി വരുന്ന അനിത പറയാം കേട്ടോ. അനിത അത് പറഞ്ഞത് നമ്മുടെ ധനഞ്ജയൻ ഒന്ന് പിന്മാറുകയാണ് കേട്ടോ. കാരണം അനിതയുടെ അടുത്ത് മോശം ബിഹേവിയർ ചെയ്തിരുന്നല്ലോ പുള്ളി. ആ കാര്യം അങ്ങനെ അനിത പുറത്തു പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പം അനിത ഒന്ന് കൈ ഉയർത്തിയപ്പോഴേക്കും ധനൻ ബേക്കോട് മാറി നിന്നത് കണ്ടപ്പോൾ വാസന്തിക്ക് ദേഷ്യം വരിക. നീയേ അങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കി എന്റെ ഭർത്താവിനെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ധനേട്ടൻ എന്തിനാ ഇവളെ പേടിക്കുന്നേ? ഇവിടെ വന്നു കയറിയവളാ. അതുകൊണ്ട് തന്നെ ധനേട്ടൻ ഇവളെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വാസന്തി ഓരോന്ന് അനിതയെ പറയാണ്. അപ്പം തന്നെ അനിത തിരിച്ച് മറുപടിയും കൊടുത്ത്, ധനേട്ടൻ എന്നെ പേടിക്കുന്നതിന്റെ കാരണം അതൊന്നും അല്ല. അതെ, എല്ലാരും ഉള്ളപ്പോ ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ അതിനുള്ള അവസരം അല്ലാന്ന് എനിക്ക് തോന്നുന്നെന്ന് പറയാം കേട്ടോ. അത് കേട്ട ഉടനെ ധനഞ്ജയൻ അങ്ങ് വേർക്കാണ് കേട്ടോ. മറ്റൊന്നല്ല, താൻ അനിതയുടെ അടുത്ത് മറ്റൊരു രീതിയിൽ പെരുമാറി എന്നുള്ള കാര്യം വാസന്തി അറിഞ്ഞാൽ ആദ്യം തന്നെ അവൾ തന്നെയായിരിക്കും തന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതെന്ന് നമ്മുടെ ധനഞ്ജയൻ ചേട്ടൻ അറിയാം കേട്ടോ. അങ്ങനെ എന്തായാലും പക്ഷെ താൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വന്ന കേസ് പിൻവലിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വാസന്തി പറയാണ്, ഞാൻ സമ്മതിക്കില്ല, ഇനി ധനേട്ടൻ വന്നാലും ഞാൻ വരില്ല എന്ന് പറയാണ്. അത് കേട്ട പാട് തന്നെ നമ്മുടെ ശബരി പറയാണ്, നാളെ നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പിൻവലിച്ചില്ലെങ്കിൽ ഞാനും അച്ഛനും അനിതേച്ചിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി മറ്റൊരു പരാതി കൊടുക്കുന്നു പറയാം കേട്ടോ. അത് കേട്ടതും ധനഞ്ജയൻ അങ്ങ് ഞെട്ടി വരണ്ട് പോവാണ് കേട്ടോ. ഇല്ല ശബരി, നിന്റെ പൈസ നിനക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ? വാസന്തി, വെറുതെ കുടുംബത്തെ ഒരു പ്രശ്നം വേണ്ട, നമുക്ക് പരാതി പിൻവലിച്ചേക്കാന്ന് പറയാം കേട്ടോ. അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണ്. പക്ഷെ പണം യഥാർത്ഥത്തിൽ എടുത്തത് ദയാണ് എന്നുള്ള കാര്യം ശബരി അറിയുകയും ദയയുടെ വീട്ടിലെത്തി എന്തായാലും ദയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം. അനന്തമാഷ് ഇത്ര നല്ലവനായിട്ടും തന്റെ മകൾ അവിടുന്ന് പണം മോഷ്ടിച്ച വിവരം എന്തുകൊണ്ട് ശബരിയെ വിളിച്ച് പറയുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം കേട്ടോ. സംഭവങ്ങളൊക്കെ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഇന്ദ്രനാണെങ്കിലോ അനുപമയുടെ വന്ന് തന്നെ കാത്തിരുന്നിട്ടും അവളെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമത്തിലൊക്കെ നിൽക്കുകയാണല്ലോ. സുശീലയാണെങ്കിലോ അവളുടെ പണി അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പിന്നെ മാത്രമല്ല, സോന പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ അമ്മ മനഃപൂർവ്വം തന്നെ അനുപമയെയും പിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് എന്നൊരു സംശയം കൂടി ഇന്ദ്രൻ ഉണ്ടാവുകയാണ്. എന്തായാലും ഇന്ന് അനുപമയെ കണ്ടില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ല എന്ന് ഇന്ദ്രന് മനസ്സിലാവുകയാണ്. അങ്ങനെ അനുപമയെ വിളിക്കുകയാണ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അനുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ മുറ്റത്ത് നിന്ന് അവർ സംസാരിക്കുകയാണ്. അനു, ഞാൻ ഇന്ന് അങ്ങോട്ട് വരികയായിരുന്നു, അപ്പോഴാണ് വണ്ടി പെട്രോൾ കഴിഞ്ഞു പോയി, പിന്നെ തള്ളി പെട്രോൾ പമ്പിൽ എത്തിച്ചു, പിന്നെ അവിടെ നിന്ന് ഓടിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പോയി, അതാണ് ഉണ്ടായത്. ഞാൻ നിന്നെ വെറുതെ അവിടെ വരെ വരുത്തിച്ചല്ലേ എന്നൊക്കെ പറയാം കേട്ടോ. അത് കുഴപ്പമില്ല, ഇന്ദ്രേട്ടൻ മനഃപൂർവ്വം അല്ലല്ലോ, പെട്രോൾ കഴിഞ്ഞു പോയതല്ലേ. അതെ, പക്ഷേ ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു, വിനയൻ അവിടെ എത്തിയതുകൊണ്ടാണ്
പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നതെന്ന് പറയാണ് കേട്ടോ. അത് കേട്ടതും വിനയൻ എങ്ങനെ അവിടെ എത്തിയെന്ന് നമ്മുടെ ഇന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. വേണ്ടപ്പെട്ട ആരോ വിളിച്ചു പറഞ്ഞു എന്നാ വിനയൻ പറഞ്ഞത്. ആ വേണ്ടപ്പെട്ട ആള് മറ്റാരും അല്ല, ഇന്ദ്രേട്ടന്റെ അമ്മ തന്നെയാ. അമ്മ എന്തിനാ അങ്ങനെ ചെയ്യണം? അത് ഇനിയും ഇന്ദ്രേട്ടന് മനസ്സിലായിട്ടില്ലേ? നമ്മൾ തമ്മില് ഒരിക്കലും യോജിച്ചു പോവരുത്, നമ്മൾ തമ്മിൽ പിരിയണം. അതാണ് ഇന്ദ്രേട്ടന്റെ അമ്മയും ഹർഷയും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് അമ്പലത്തിൽ വന്ന് ഹർഷയുടെ വയറ്റിൽ വളരുന്നത് ഇന്ദ്രേട്ടന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ അമ്മയുടെ ആ ബന്ധു എന്ന് പറയുന്ന സ്ത്രീയില്ലേ, അതും ഈ ഹർഷയുടെയും ഇന്ദ്രേട്ടന്റെ അമ്മയുടെയും സൃഷ്ടി തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അനു, വേണ്ട ഇന്ദ്രേട്ട, അമ്മയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ ഞാനും തമ്മിൽ തെറ്റേണ്ടി വരും. പക്ഷേ സത്യം എന്തെങ്കിലും ഇന്ദ്രേട്ടൻ മനസ്സിലാക്കണം. വ്യക്തമായ തെളിവോടുകൂടി അങ്ങനെ ഒരു തെളിവോടുകൂടി ആണ് നീ ഈ കാര്യം പറയുന്നതെങ്കിൽ നമ്മളെ തമ്മിൽ പിരിക്കാൻ എൻ്റെ അമ്മയാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മയായാൽ പോലും ഞാൻ ക്ഷമിക്കില്ല എന്ന് ഇന്ദ്രൻ അവിടെ ആദ്യമായിട്ട് പറയാം കേട്ടോ. അത് കേട്ടതും മനു പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ തെളിവ് സഹിതം തന്നെ അവരെ പിടിക്കാൻ കഴിയും. അന്നെങ്കിലും ഇന്ദ്രേട്ടൻ സ്വന്തം അമ്മയുടെ തനി സ്വഭാവം മനസ്സിലാക്കണം. ഹർഷയുടെ കൂടെ കൂടി സ്വന്തം മകന്റെയും അതുവഴി സ്വന്തം കുടുംബത്തിന്റെയും തന്നെയാണ് നാശത്തിലേക്കാണ് അമ്മ വഴി കാട്ടുന്നതെന്ന് അമ്മ സ്വയം അറിയുന്നില്ല. ഇന്ദ്രേട്ടനെങ്കിലും അത് മനസ്സിലായി തിരുത്തി കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത വിധം എല്ലാ ബന്ധങ്ങളും തകർന്നടിയുമെന്ന് തന്നെ അനുപമ മറുപടി കൊടുക്കാൻ കേട്ടോ ഇന്ദ്രനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അമ്മയും ഹർഷയും തമ്മിൽ ഇപ്പോ പണ്ടുള്ളതിനേക്കാൾ വലിയ ബന്ധമാണ്. പൊതുവെ തന്നെ എല്ലാ ഏടാകൂടത്തിലേക്കും ചാടിക്കുന്നത് അമ്മ തന്നെയാണ്. അമ്മ ഹർഷയോട് കാണിക്കുന്ന അമിതമായ സ്നേഹം കാരണം കൊണ്ട് തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ ഇന്ദ്രൻ സ്വയം അവിടെ തിരിച്ചറിയാൻ കേട്ടോ. മാത്രമല്ല, ഒരു ബന്ധമില്ലാത്ത ഹർഷയോട് എത്ര സ്നേഹപൂർവ്വമാണ് അമ്മ പെരുമാറുന്നത്. പക്ഷേ അമ്മയെ ഒരു രീതിയിൽ ഉപദ്രവിക്കാത്ത അനുപമയോട് സുശീല അമ്മ എങ്ങനെയാണ് പെരുമാറുന്നത്? എല്ലാം ഇന്ദ്രൻ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തായാലും വ്യക്തമായ ശക്തമായ ഒരു തെളിവ് അമ്മയ്ക്കും ഹർഷയ്ക്കും എതിരെ കിട്ടിയാൽ അമ്മയും കൂടി ചേർന്നാണ് തന്നെയും അനുപമയെയും കുഞ്ഞിനെയും എല്ലാം അകത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഇനി ഒരിക്കലും ആ അമ്മയ്ക്ക് തൻ്റെ മനസ്സിൽ മാപ്പ് കൊടുക്കാൻ കഴിയില്ലെന്ന് തന്നെ ഇന്ദ്രൻ അവിടെ തീരുമാനിക്കുകയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു തെളിവ് കിട്ടും. അതോടുകൂടി തന്നെ സുശീലയുടെ പൊയ്മുഖം ഇന്ദ്രന്റെ മുന്നിൽ വെളിച്ചത്താവുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഇന്ദ്രന് ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? എല്ലാം ഒരു എന്താ പറയാ, കണ്ണടച്ചേക്കല്ലേ സുശീലയുടെ സ്വഭാവത്തിന് മുന്നിൽ. സുശീല മറ്റുള്ളവരോട് തൻ്റെ ഭാര്യയുടെ എല്ലാം എത്ര മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദോഷങ്ങൾക്കും എല്ലാത്തിനും കാരണം സുശീലയാണ് എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും പറഞ്ഞു. പക്ഷേ ഇവിടെ തെളിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ. എന്തായാലും തെളിവൊക്കെ വാങ്ങി വരുമ്പോഴേക്കും ഹർഷ പ്രസവിക്കും. ആ കുഞ്ഞിന്റെ അച്ഛൻ രവി തന്നെയാകാനാണ് സാധ്യത. ഇന്ദ്രനെ കെണിയിൽ കുരുത്തി എന്നും തന്റെ വരുതിയിൽ നിർത്താൻ വേണ്ടിയാണ് ഹർഷ ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.